യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നോയമ്പിൻ്റെ 21-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് ധ്യാന വിഷയം. ഈശോയുടെ ജനനം. പേരെഴുതിക്കാനായി യൗസപിതാവും പരിശുദ്ധ അമ്മയും ഒരു യാത്ര. 180 കിലോമീറ്ററോളം നിറവയറുമായി നടക്കുന്ന വേദനാകരമായ ഒരു അനുഭവം. അവസാനം ഒരിടത്തും ഇടം കിട്ടാത്ത അവസ്ഥ. സത്രത്തിൽ ഇടം കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ പുത്രനെ പ്രസവിച്ച് പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് നമ്മൾ വായിക്കുന്നു. കാരണം സത്രത്തിൽ ഇടം കിട്ടിയിരുന്നില്ല. പേരെഴുതിക്കാനായി വന്നവരൊക്കെ ആദ്യം തന്നെ സത്രത്തിൽ ഇടം പിടിച്ചു. പക്ഷേ നിറവയറുമായി വന്ന ഒരു സ്ത്രീക്ക് ഇടം കൊടുക്കാൻ കഴിയാതെ പോയ ഒരവസ്ഥ. യഹൂദ പ്രമാണിമാരാണ് ആ സ്ഥലത്തുണ്ടായിരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അവർക്കൊന്നും അത് കഴിഞ്ഞില്ല. നിറവയറുമായി വന്ന സ്ഥലം ചോദിച്ച, തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ പ്രസവിക്കാൻ ജന്മം കൊടുക്കാൻ സ്ഥലം ചോദിച്ച പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥലം നിഷേധിച്ച യഹൂദ പ്രമാണിമാരെ നമുക്കൊരു നിമിഷം ഒന്ന് ഓർക്കാം. പ്രത്യേകം ഓർക്കണം, 1 മാസത്തിന് ശേഷം ഈ യഹൂദ പ്രമാണിമാരുടെ കുഞ്ഞുങ്ങളുടെ ശിരസ് ഇല്ലാതെ ഇവർ നിലവിളിക്കുമ്പോൾ ആരും സഹായിക്കാനുണ്ടായിരുന്നില്ല എന്നുകൂടി തിരിച്ചറിയുക. ഒപ്പം ഗർഭിണികളെ ഗൗരവത്തോടുകൂടി കാണാനും സ്നേഹത്തോടുകൂടി പരിചരിക്കാനും അവർക്ക് ഇടം കൊടുക്കാനും മനസ്സിലും ഹൃദയത്തിലുമെല്ലാം ഇടം കൊടുത്ത് അവരെ പരിചരിക്കാനും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണ്. ഗർഭിണിയെ ഉപദ്രവിക്കുന്ന, മാനസികമായിട്ട് പീഡിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പത്രവാർത്തകളൊക്കെ നമുക്ക് അതിന് സാക്ഷ്യം നൽകുന്നുണ്ട്. ഗർഭിണികളെ ഉപദ്രവിക്കുന്ന വാർത്തകൾ. ആശുപത്രിയിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും ഒക്കെ മാനസികമായി അസ്വസ്ഥത അനുഭവിക്കുന്ന, വേദനയോടുകൂടി തന്നെ, ശാരീരിക വേദനയോടുകൂടി തന്നെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ട അവസ്ഥ. പലപ്പോഴും രണ്ടാമത് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ കഴിയാത്ത വിധം മാനസികമായി ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സ്ത്രീയുടെ വേദനയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഒരു ദിവസം നമുക്ക് നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ ആയിട്ട് ആരെങ്കിലും ഗർഭിണികളായിട്ടുണ്ടെങ്കിൽ അവരെ സ്നേഹത്തോടു കൂടി ഒന്ന് കരുതാൻ, അവരെ ഒന്ന് കാണാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരോട് സംസാരിക്കാനൊക്കെ നമുക്ക് സാധിക്കട്ടെ. അങ്ങനെ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു ആത്മീയത നമുക്ക് രൂപപ്പെടുത്തി മുന്നോട്ട് പോകാം. മെനിസ് പെർമേസി കുടുംബത്തിൽപ്പെട്ട മെരിമിയ ഹാസ്റ്റേറ്റ എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന പ്രസാരണി എന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. പ്രസാരണി എന്നാണ് ഇതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ പ്രസരിക്കുക, പടർന്ന് വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ഇത്. പ്രസാരണി 2 തരമുണ്ട്. നീളമുള്ള ഇലയോട് കൂടിയതും നീളം കുറഞ്ഞ ഇലയോട് കൂടിയതും. നീളമുള്ള തണ്ടിൽ കോളാമ്പി പോലെ നിൽക്കുന്ന പൂവാണ് ഇതിനുള്ളത്, വെളുത്ത പൂവ്. ഇത് വളരെ മനോഹരമാണ്. നമ്മുടെ വീടുകളിൽ വളരെ നല്ല രീതിയിൽ നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയും. മാത്രമല്ല, ഒരു അലങ്കാര ചെടി പോലെ ഇതിനെ വളർത്തിക്കൊണ്ട് വരാൻ പറ്റും. അലങ്കാര ചെടിയുമാണ്, അതേസമയം ഔഷധ മൂല്യങ്ങളുള്ളതുമാണ്. വാത, പിത്ത, കഫ ദോഷങ്ങളെ ശമിപ്പിക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. ഈ പ്രസാരണയുടെ വേര് 20 ഗ്രാം എടുത്ത് നന്നായിട്ട് അരച്ച് കരിക്കിൻ വെള്ളത്തിൽ ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ മൂത്രം ചുടിയിൽ, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഒരു നല്ല മരുന്നാണ്. നട്ടുവളർത്താൻ വളരെ എളുപ്പമുള്ള ഒരു ഔഷധ സസ്യവും അലങ്കാര ചെടിയുമാണിത്. കാരണം കീടങ്ങളൊന്നും ഇതിനെ നശിപ്പിക്കുകയില്ല. ഇനി ഇതിൻ്റെ മറ്റ് ഔഷധ മൂല്യങ്ങളെ നമ്മളൊന്ന് കാണുകയാണ്. വാതരോഗങ്ങൾക്കുള്ള നല്ല ഔഷധമാണിത്. പ്രസാരണിയുടെ സമൂലം എടുത്ത് വെള്ളത്തിൽ തിളപ്പിച്ച് ചെറിയ ചൂടോടുകൂടി ഉള്ള വെള്ളത്തിൽ കുളിക്കുന്നത് വാതരോഗങ്ങൾക്കുള്ള നല്ല ഒരു മരുന്നാണ്. അതോടൊപ്പം നാഡീ സംബന്ധമായ ബലഹീനതകളെ ഇത് മാറ്റും. ധാതുപുഷ്ടിക്ക് പ്രസാരണിയുടെ സത്ത് നല്ലതാണ്. സമൂലം അരച്ച് തേനിൻ്റെ കൂടെ ചേർത്ത് കഴിക്കുന്നത് ധാതു പുഷ്ടിക്ക് നല്ലതാണ്. ഇതിൻ്റെ വിത്ത് പാകിയാണ് നമ്മൾ കിളിർപ്പിക്കുന്നത്. വളരെ പെട്ടെന്ന് വളർന്നു വരും. പ്രത്യേകിച്ച് പരിചരണങ്ങളൊന്നും കൂടാതെ തന്നെ വളർന്നു വരുന്ന നല്ല ഒരു ഔഷധ ചെടിയാണിത്. ക്രിസ്മസിന് വേണ്ടി, ഹെർബൽ ഗാർഡന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നമുക്കിത് നട്ട് പിടിപ്പിക്കാം. ഇന്നത്തെ ഭക്ഷണത്തെക്കുറിച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നു. രാവിലെ ഏത്തപ്പഴം, നെല്ലിക്ക ജ്യൂസ്, ഉച്ചയ്ക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും, വൈകുന്നേരം വെജിറ്റബിൾ സൂപ്പ്. ഏറെ ഒരുക്കത്തോടെ നമ്മുടെ യാത്ര നമുക്ക് തുടരാം.
ഏറെ പ്രതീക്ഷയോടെ ക്രിസ്മസിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ.